യുവവാണി. സംഗീതമേ ജീവിതം, ഒരു പശ്ചാത്തല സംഗീതത്തിൻ്റെ പ്രാധാന്യം. യുവ സംഗീത സംവിധായകൻ കൃഷ്ണപ്രസാദ് പുഴങ്കരയുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. കൃഷ്ണപ്രസാദിൻ്റെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആ ഒരു ഗിത്താർ, അതൊരു നൈലോൺ സ്ട്രിങ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇതൊരു ക്ലാസിക്കൽ ഗിത്താറാണ്, നൈലോൺ സ്ട്രിങ് ഗിത്താറാണ്. അപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ടെന്ന് തോന്നണല്ലോ. ഇത് സാധാരണഗതിയിൽ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സ്പാനിഷ് സ്റ്റൈൽ ഗിത്താറാണ്. ഇതിലധികവും നമ്മൾ വായിക്കുന്നത് ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള മ്യൂസിക് പീസസ് ആണ്. അത് ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ ഒരുപാട് ട്യൂട്ടോറിയൽസും വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു പോപ്പ് സ്റ്റൈൽ പ്ലേയിങ്ങോ അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിലധികവും നമ്മളുടെ നഖങ്ങൾ അതേപോലെ പിക്കിങ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വിരലുകളും നഖങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെ സ്ട്രൈക്കർ യൂസ് ചെയ്യുന്ന ഒരു രീതി ഇല്ല എന്ന് തോന്നുന്നു. ക്ലാസിക്കൽ ഗിത്താറിൽ അങ്ങനെ ഇല്ല. ക്ലാസിക്കൽ ഗിത്താർ നമ്മളുടെ വലത്തെ കൈയിലെ വിരലുകൾ വെച്ചിട്ടാണ് വായിക്കുന്നത്. പക്ഷേ അക്കൂസ്റ്റിക് ഗിത്താർ, അതായത് സ്റ്റീൽ സ്ട്രിങ് ഒക്കെ ഉള്ള ഗിത്താർ വായിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കർ വെച്ചിട്ടാണ് വായിക്കുന്നത്. പോപ്പ് സോങ്സ്, അങ്ങനത്തെ സോങ്സൊക്കെ, സിനിമാ പാട്ടുകളൊക്കെ. എന്തായാലും കേൾക്കാൻ നല്ലൊരു പ്രത്യേക രസമുണ്ട് ഈ ക്ലാസിക് ഗിത്താറിൻ്റെ ഒരു ശബ്ദം കേൾക്കാൻ. അത് ക്ലാസിക്കൽ ഗിത്താറിന് വളരെ ഒരു എന്താ പറയുക, ഒരു വാം ടോൺ എന്നൊക്കെ ഞങ്ങൾ പറയും. അങ്ങനെ ഒരു ടോണാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ അക്കൂസ്റ്റിക് ഗിത്താറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടോണല്ല. അത് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ടോണാണ്. നല്ല തെളിഞ്ഞ് നിൽക്കും. പ്രത്യേകിച്ച് നല്ല ഹൈ ഫ്രീക്വൻസീസ് ഒക്കെ നല്ല ക്രിസ്പായിട്ട് കേൾക്കാം. ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും കമ്പോസ് ചെയ്യുന്നുണ്ട്, കൂടെ ഒരു കീബോർഡ് പ്രോഗ്രാമിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. അതെ, ശരിക്കും എന്താണ് ആ ഒരു മേഖലയിൽ, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ? അത് നമ്മൾ സാധാരണ ഒരു ഗാനം ചിട്ടപ്പെടുത്തുന്ന പോലെയല്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ബേസ്ഡ് ആണ്. നമുക്ക് ആദ്യം ഒരു വിഷ്വൽ തരും. അപ്പോൾ അതൊരു ഫൈനൽ കട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു ഫൈനൽ കട്ട് നമുക്ക് തന്ന് ആ ഫൈനൽ കട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണണം. അതായത് ആ ഒരു വിഷ്വലിൽ എന്താണ് ഇമോഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇമോഷനിൽ നിന്ന് അടുത്ത ഇമോഷനിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ്, ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ മുഖഭാവങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പ്രത്യേകിച്ച് കണ്ണിൻ്റെ മൂവ്മെൻ്റ് അടക്കം നമ്മൾ നോട്ട് ചെയ്യണം. അതെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അത്ര പ്രിസൈസ് ആയിരിക്കണം ആ കമ്പോസിഷൻ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വിഷ്വൽ കിട്ടിയാൽ അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ കൂടുതൽ ആ വർക്ക് ചെയ്യാൻ വേണ്ടി അതിലേക്കൊരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ വരുള്ളൂ. നമ്മൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നടക്കുന്ന സീനിൻ്റെ ഒരു ഇമോഷൻ നമുക്ക് കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന വിഷ്വലിനെ ഒരു പല മടങ്ങ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് എത്തിക്കുന്നു. നമ്മളുടെ ഈ ഒരു വിഷ്വലിനെ നമുക്ക് കിട്ടിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ചെയ്യാൻ വേണ്ടി കിട്ടിയ ഒരു വിഷ്വല് നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് കൂടുതൽ 10 മടങ്ങ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം, ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ കീബോർഡ് പ്രോഗ്രാമിങ്ങും ചെയ്യുന്നുണ്ട്. ശരിക്കും അതെന്താണ്, ഒന്ന് ചെറിയ രീതിയിലൊന്ന് പറയാമോ? പറയാം. അത് സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊരു പാട്ടിൻ്റെ കരോക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെയുള്ളൊരു പ്രക്രിയയാണിത്. ഒരു പാട്ടിൻ്റെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുക. അതെ, ഒരു പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ, ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു പാട്ടിൻ്റെ ഒരു രൂപഘടന നമ്മൾ ഒരു കീബോർഡിൻ്റെയും ഒരു കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് ഇതിൻ്റെ ഈ ഒരു കീബോർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. കൃഷ്ണപ്രസാദ്, ഈ ഒരു കീബോർഡിൽ കുറച്ച് BGMs ഒന്ന് പ്ലേ ചെയ്യാമോ? അതായത് പെട്ടെന്ന് ഇമോഷൻസ് മാറുന്നതനുസരിച്ച് പ്രേക്ഷകന് അത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യം നമുക്കൊരു പോസിറ്റീവ് റൊമാൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഞാൻ കണ്ണടച്ചിരിക്കാം. ഓക്കെ.
ഇനി നമുക്ക് രണ്ടാമതായി ഒരു ഇമോഷണൽ, അതായത് കുറച്ചൊരു സാഡ്, ഒരു വിരഹം അല്ലെങ്കിൽ ഒരു ദുഃഖം, ആ ഒരു ഇമോഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു മിസ്റ്ററി, ഒരു നിഗൂഢത നിറഞ്ഞൊരു സംഗീതം, അതെന്താണ്, ഒരു ത്രില്ലർ പോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ആ ഒരു വിഭാഗത്തിൽ പെടുത്താവുന്ന ആ ഒരു സംഗീതം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അതെ, വളരെ ഭംഗിയായിട്ടുണ്ട്. ആ ഒരു പെട്ടെന്ന് നമ്മൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ആ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന ആ ഒരു
ആ ഒരു ചിത്രം ഈ മ്യൂസിക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും. വളരെ നന്ദി. എന്തായാലും ഈ ഒരു മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. കൃഷ്ണപ്രസാദ് ഇപ്പോൾ സംഗീത സംവിധായകരുടെ കാര്യം പറഞ്ഞു. വേറെ എങ്ങനെയുള്ള മ്യൂസിക്കുകളാണ് കേൾക്കാറ്? നമ്മുടെ ഇന്ത്യൻ സംഗീതമല്ലാതെ വെസ്റ്റേൺ മ്യൂസിക്കുകളുണ്ട്, പോപ്പുണ്ട്, റോക്കുണ്ട്, മെറ്റാലിക്കയുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സംഗീതവും കേൾക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പല രീതിയിലുള്ള പല ശൈലിയിലുള്ള സംഗീതം എപ്പോഴും കേൾക്കും. അത് ഈസ്റ്റേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ എന്നൊരു താരതമ്യം ഒരിക്കലും ചെയ്യാറില്ല. എനിക്ക് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഏത് ശൈലിയിലുള്ള ഒരു സംഗീതമാണെങ്കിലും ഞാൻ കേൾക്കും. ചില സമയത്ത് അത് നമ്മുടെ കർണാടക സംഗീതം ആയിരിക്കും, ചില സമയത്ത് അതൊരു മൈക്കിൾ ജാക്സൻ്റെ ഒരു സോങ് ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് അതൊരു ന്യൂ ഏജ് അല്ലെങ്കിൽ ഒരു ആഫ്രോ ബീറ്റ് സോങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ചിലപ്പോൾ ബീതോവൻ്റെ സിംഫണിയും കേൾക്കും. അതെ. അപ്പോൾ അതെല്ലാം ഒരു മൈൻഡാണ്, അതൊരു മൂഡാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു മ്യൂസിക് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത് അങ്ങനെ തിരഞ്ഞെടുത്താണ് കേൾക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയ സംഗീതവും കേൾക്കും, ലളിതഗാനവും കേൾക്കും, പോപ്പും റോക്കും മെറ്റാലിക്കയും എല്ലാം കേൾക്കും. ഒരു സംഗീത സംവിധായകൻ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. തീർച്ചയായും. കാരണം ഇപ്പോഴത്തെ ഈ ഒരു മാറുന്ന ലോകത്തിൽ നമുക്ക് ഒരുപാട് അനന്ത സാധ്യതകളുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ശൈലിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ നമുക്ക് അത് കൂടുതൽ ഉപകാരം ചെയ്യില്ല, അത് ഗുണം ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ എത്രത്തോളം കേൾക്കാൻ സാധിക്കുന്നു അത്രത്തോളം കേൾക്കുന്നതാണ് എപ്പോഴും ഒരു സംഗീത സംവിധായകന് നല്ലത്. സംഗീത സംവിധായകൻ എന്ന് മാത്രമല്ല, ഏതൊരു സംഗീതജ്ഞനാണെങ്കിലും, ഒരു സിംഗറാണെങ്കിലും, ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിലും എപ്പോഴും പല വിധത്തിലുള്ള പല ശൈലിയിലുള്ള സംഗീതം കേൾക്കുന്നത് നമ്മളുടെ ഒരു മ്യൂസിക് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംഗീതത്തിൻ്റെ അറിവ് എപ്പോഴും കൂടും. AR റഹ്മാൻ്റെ മ്യൂസിക്കിൽ ഇത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു മെറ്റൽ റോക്കിൽ നിന്ന് ഒരു ലളിതഗാന മോഡിലേക്കൊക്കെ വരുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ സോങ്ങുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാട്ടിൽ തന്നെ 2 or 3 തരത്തിലുള്ള വിവിധ ശൈലിയിലുള്ള കോമ്പിനേഷൻ ആയിരിക്കും. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മിക്സാണത്. നമ്മൾ സാധാരണ ഒരു കർണാട്ടിക് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു പോപ്പ് സ്റ്റൈൽ സോങ് കേൾക്കുക എന്ന പോലെയല്ല. ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക തരം ഫ്യൂഷൻ മ്യൂസിക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു വലിയൊരു കയ്യൊപ്പാണത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കൊരു 2 or 3 പാട്ട് പലതവണ കേൾക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം കേട്ടാൽ തന്നെ അതിൽ നിന്നൊരു 3 പാട്ട് പഠിച്ചതിന് തുല്യമാണ്. അപ്പോൾ അതും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഹൈസ്കൂളും ഒക്കെ കഴിഞ്ഞ് ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വന്നപ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള റഹ്മാൻ സാറിൻ്റെ സോങ്ങുകളും അതേപോലെ പഴയ ഹിന്ദി പാട്ടുകളും അങ്ങനെ പല വിധത്തിലുള്ള പല ശൈലിയിലുള്ള പല പാട്ടുകളും പല വിധത്തിലുള്ള സംഗീതവും കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എൻ്റെ ബേസിക് ട്രെയിനിങ് തന്നെ വന്നത്. അപ്പോൾ ഒരു സംഗീതജ്ഞൻ്റെ ഏറ്റവും വലിയ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ വായ്പാട്ട് പഠിക്കുക എന്ന് മാത്രമല്ല, കേൾവിജ്ഞാനവും പ്രധാനമാണ് അല്ലേ? അതെ, വളരെ വളരെ പ്രധാനമാണ്. കാരണം കൂടുതൽ കേൾക്കും തോറുമാണ് നമ്മളുടെ ആസ്വാദനത്തിൻ്റെ അളവും കൂടുതലും. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ കേൾക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അതിൻ്റെ കൂടെ പഠിക്കാൻ പറ്റിയാൽ അത് വളരെയേറെ ഗുണം ചെയ്യും, അതും നല്ലതാണ്. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ച് എല്ലാത്തരവും സംഗീതം അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും. അതായത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നും ഒരു സംഗീത വിദ്യാർത്ഥിയായിരുന്നു, ഇന്നും ഒരു സംഗീത വിദ്യാർത്ഥിയാണ്, ഇനി എന്നും ഒരു സംഗീത വിദ്യാർത്ഥിയായി തന്നെ ഇരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് അങ്ങനെ ഒരു വിദ്യാർത്ഥിയായി ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം. കാരണം നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യം നമുക്ക് പിന്നെ പോകും. ഇതാവുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാനുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് പിന്നെ പഠിച്ചാൽ തീരില്ലല്ലോ, ഒരിക്കലും തീരും. സംഗീതം ഒരു അനന്ത സാഗരമാണല്ലോ. ഒരിക്കലും പഠിച്ചാൽ തീരാത്ത ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് മ്യൂസിക്കാണ്, സംഗീതം. മറ്റുള്ള ഏതൊരു സബ്ജക്റ്റും നമുക്ക് പഠിച്ചാൽ കഴിഞ്ഞു. പക്ഷെ സംഗീതം കൂടുതൽ അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. ഒരു സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗ് ഇല്ലേ? തീർച്ചയായും. അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുവോ അത്രത്തോളം തന്നെ നമ്മൾ കേൾക്കുക, ആസ്വദിക്കുക, അതിൻ്റെ കൂടെ പഠിക്കുക. ഇത് ഞാൻ സ്വയം എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. കാരണം ഇങ്ങനെയാണ് ഞാൻ പലതും പഠിച്ചത്. അപ്പോൾ കൃഷ്ണപ്രസാദ് ഒരു ഗായകനാണ്, ഒരു ഗിറ്റാറിസ്റ്റാണ്, കീബോർഡ് പ്ലെയറാണ്. വേറെ എന്ത് ഇൻസ്ട്രുമെൻ്റാണ് വായിക്കുക? വേറെ ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടി ഞാൻ വായിക്കും. അത് മെലോഡിക്ക എന്നാണ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്. മെലോഡിക്ക? അതെ. അത് നമ്മുടെ ഒരു ഹാർമോണിയം പോലെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്, പക്ഷേ ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റാണ് അത്. ഓക്കെ. അപ്പോൾ അതും ഞാൻ പ്ലേ ചെയ്യും. അപ്പോൾ അതിലൊരു ചെറിയൊരു ഗാനം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി വായിക്കാം.
എന്തായാലും ഒരു അടിപൊളി ഗാനം കേൾക്കാം. ഓ, തീർച്ചയായിട്ടും. അടിപൊളിയായിരുന്നു. ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു മെലോഡിക്ക വെച്ചിട്ട്. താങ്ക് യു. വളരെ രസമുണ്ട് കേൾക്കാൻ. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്, പക്ഷേ വളരെ കുറച്ചാണ് ഇത് പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. അതെ, ഇത് കേട്ടിരിക്കാൻ നല്ല ഇമ്പമുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. തീർച്ചയായും ഇതൊരു ഹാർമോണിയത്തിൻ്റെയും ഒരു മൗത്ത് ഓർഗണിൻ്റെയും ഇടയിൽ വരുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. കോമ്പിനേഷൻ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുമാത്രമല്ല, നമുക്കിത് പെട്ടെന്നൊരു വേദിയിൽ വായിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഇത് നമുക്ക് പോർട്ടബിളാണ്, എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയ്യിലൊരു ഗിത്താറോ കീബോർഡോ ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്നൊരു ഗാനം ആരെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ ഈ ഒരു മെലോഡിക്ക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കൈ നോക്കാം. അപ്പോൾ കൃഷ്ണപ്രസാദ് ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളെല്ലാം അതിമനോഹരം. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ കഴിയട്ടെ. ലോകം അറിയുന്ന ഒരു സംഗീത സംവിധായകനായി മാറട്ടെ. ആകാശവാണിയിൽ വന്നതിന് നന്ദി. താങ്ക് യു. ഈ ഒരു യുവവാണി എന്ന വളരെ പ്രശസ്തമായ വളരെ ജനകീയമായ ഈ പരിപാടിയിൽ ഒരവസരം തന്നതിന് ആകാശവാണിക്കും ആകാശവാണിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവ സംഗീത സംവിധായകൻ കൃഷ്ണപ്രസാദ് പുഴങ്കരയുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം അരുൺ സി പ്രകാശ്. യുവവാണി സമാപിക്കുന്നു.